അങ്ങനെ ഞാൻ പുനലൂരിൽ നിന്ന് ഒരു ഹൈ റേഞ്ച് ട്രെയിൻ യാത്ര നടത്തി ചെങ്കോട്ട വന്നു. ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ കുറ്റാലത്ത് പോയി. കുറ്റാലമെല്ലാം കണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് വന്ന ഹൈ റേഞ്ച് ട്രെയിൻ യാത്ര അതും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണണം. ഇനി ചെങ്കോട്ടയിൽ നിന്ന് മലനിരകൾക്ക് ഇടയിൽ കൂടി തെന്മല വഴി പുനലൂർ. ഇത് നമ്മുടെ സ്വന്തം KSRTC ബസ്സിലാണ് യാത്ര. ചെങ്കോട്ടയിൽ നിന്ന് പുനലൂരിന് 88 രൂപയാണ് ബസ് ചാർജ്. ഞാൻ ഒരു പ്ലാനിങ് മുൻകൂട്ടി തയ്യാറാക്കാതെ വന്നതുകൊണ്ട് സമയം കുറച്ച് വേസ്റ്റായിപ്പോയി. നിങ്ങൾ വരുമ്പോൾ നേരെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് വരിക. ചെങ്കോട്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുറ്റാലം പോയി കണ്ട് അവിടെ 1-2 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്ത് പിന്നെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പുനലൂർ 4:30-ക്ക് എത്തിച്ചേരുന്ന ഒരു ട്രെയിൻ കിട്ടും. ആ ട്രെയിന് നേരെ പുനലൂർ ചെല്ലാം 4:30 ആകുമ്പോഴത്തേക്ക്. അന്നേരം ഇങ്ങോട്ട് വരുമ്പം ബസ് യാത്ര വഴി തെന്മല വഴിയുള്ള വഴിയോര കാഴ്ചകളെല്ലാം കണ്ടുവരികയും കുറ്റാലം പോയി കണ്ട് അവിടെ കുറേ നേരം സമയം കിട്ടുകയും ചെയ്യും. എന്നിട്ട് ട്രെയിൻ യാത്ര നടത്തി 4:30-ക്ക് പുനലൂർ ചെന്ന് സന്ധ്യയാകുന്നതിന് മുമ്പേ വീട്ടിലും ചെല്ലാൻ പറ്റും. ചെങ്കോട്ടയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന യാത്രയിൽ കാണുന്ന ഗ്രാമീണ ഭംഗിയാണ് ഇത്. നെൽവയലുകളാണ് മൊത്തവും. വലത്തെ സൈഡിൽ ആ ഭാഗത്ത് മാങ്ങ, നമ്മുടെ നാട്ടിലെ പോണക്ക് വാഴ, അങ്ങനെ ഇങ്ങനെയുള്ള കൃഷികളാണ്. കേരളത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് കേരളത്തിൽ കിട്ടുന്ന ഒട്ടുമിക്ക മഴകളും ഈ ഭാഗത്തും കിട്ടും. അതുകൊണ്ട് തന്നെ കൃഷിക്കെല്ലാം അനുയോജ്യമായൊരു സ്ഥലം കൂടെ. ഇവിടെ ഒരു സിനിമ ലൊക്കേഷൻ കേന്ദ്രം കൂടിയാണ്. ഇവിടുന്ന് നമ്മൾ ചെന്ന് ആ മല കയറണം. ആ മല കയറി ഇറക്കം ഇറങ്ങുന്നത് ആര്യങ്കാവ്. ആര്യങ്കാവ് നിന്ന് തെന്മല വരെ പിന്നെ നിരപ്പാണ്. ആ നിരപ്പ് കഴിഞ്ഞാൽ പിന്നെ കയറ്റവും ഇറക്കവുമായിട്ടാണ് പുനലൂർ വരെ. ഇത് പുളിയറ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇവിടെ നേരത്തെ സിവിൽ ടാക്സിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അന്നെല്ലാം ഇവിടെ ഭയങ്കര വണ്ടിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ GST വന്നുകൊണ്ട് സിവിൽ ടാക്സ് ഇല്ല, ഫ്രീ ആയിട്ട് കിടക്കുക. ഞാൻ GSTക്കൊക്കെ മുമ്പേ ഇതുവഴി വന്ന് ഒരു പരിചയമൊക്കെ ഉണ്ട്. ഒരു പരിചയമല്ല, നല്ല പരിചയമുള്ള ഒരു സ്ഥലമാണ്, മേഖലയുമാണ്. ഇവിടെ നോട്ട് നമ്മളൊരു പേപ്പർ കനത്തിന് ഹൈ റേഞ്ചിൻ്റെ കയറ്റം തുടങ്ങുക. അവിടെ ചെന്നിട്ട് ചെങ്കോട്ട S വളവ്, അവിടെ നോട്ട് പിന്നെ നല്ല ഹൈറ്റാണ്. ഇത് മാങ്ങായും മറ്റ് ഫ്രൂട്ട്സ് സാധനങ്ങളും എല്ലാം ഹോൾസെയിലും റീറ്റെയിലും കച്ചവടം നടത്തുന്ന ഒരു സ്ഥലമാണ്. അതുവഴി വരുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും അവിടെ നിർത്തി ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് നാട്ടിലോട്ട് പോകാറുള്ളൂ. അത്യാവശ്യം നല്ല വിലക്കുറവുമാണ്. പിന്നെ കേരളത്തിലെ വിലകളൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട്, അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതേ വില അവർ മേടിക്കും. അതുകൊണ്ട് പരിചയക്കാർ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് വില പറഞ്ഞത് മേടിക്കാവും. അങ്ങനെ നമ്മൾ കയറ്റം അത്യാവശ്യം നല്ലപോലായി. ഇതാണ് ചെങ്കോട്ട S വളവ്. ഇവിടെ ലോഡ് കൊണ്ട് വരുന്ന വാഹനമൊക്കെ തിരിക്കണമെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ട് ഒരു ട്രെയിലർ പോകുന്നു. പക്ഷേ ട്രെയിലർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ട്രെയിലറിന് ഒരു കാറ് തിരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിലും അത് തിരിയും. അല്ലാതെ സിംഗിൾ ചേസ് വണ്ടി 14 വീലും 16 വീലും ലോറിയൊക്കെ ലോഡും പുറത്ത് വന്ന് അവിടെ തിരിക്കണേ വലിയ പാടാണ്. ആ സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്കുമായിരിക്കും. ഇനി ശബരിമല സീസൺ വൃശ്ചികം 1-ാം തീയതി മുതൽ ആ ഭാഗത്ത് മുകളിൽ നിന്ന് വരുന്നിടത്തും താഴെ നിന്ന് മേപ്പോട്ട് വരുന്നിടത്തും ചിലപ്പോഴൊക്കെ 1 കിലോമീറ്റർ നീളത്തിന് ബ്ലോക്കായിരിക്കും. അങ്ങനെ നമ്മൾ വന്ന ആ ഭാഗങ്ങളാണ് താഴോട്ടാണ് കാണുന്നത്. ഇത് തമിഴ്നാടിൻ്റെ
ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഈ വലത്ത് സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ് വനമേഖലയാണ്. ഇടത്തെ സൈഡ് തമിഴ്നാടിൻ്റെ ഗ്രാമീണ മേഖലയാണ്. അതുകൊണ്ട് ആ മല കണ്ടോ, ആ മലയുടെ അങ്ങേ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്മല ഡാമിൻ്റെ റിസർവയറിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്നാൽ ഡാമൊന്നും കാണത്തില്ല, ആ മലയുടെ അങ്ങേ സൈഡാണ്. ആ മലയിലേക്ക് കയറി പോകാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നെനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ കേരളത്തിൽ കയറി. ഈ കാണുന്ന ഒരു ക്ഷേത്രമാണ്, കറുപ്പസ്വാമി ക്ഷേത്രം. ഇതുവഴി വരുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും അവിടെ നിർത്തി കാണിക്കയൊക്കെ ഇട്ട് തൊഴുതൊക്കെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ മല കയറി കേരളത്തിലേക്കുള്ള ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം. അയ്യപ്പ ക്ഷേത്രം ഞാൻ കാണിക്കാം, ഉള്ളാട്ടല്ല, വാഹനത്തിൽ ഇരുന്ന് കാണാവുന്ന ഒരു ദൃശ്യം. ഈ അയ്യപ്പ ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സൈസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ്. ഇതായിരുന്നു നേരത്തെ കേരളത്തിൻ്റെ സിവിൽ ടാക്സ് ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ മൊത്തം ലോട്ടറി കച്ചവടം, ഫുള്ള് ലോട്ടറിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് അനേകം ആൾക്കാർ ഇവിടെ വന്നാൽ ലോട്ടറി എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു സൈഡ് കംപ്ലീറ്റ് ലോട്ടറി വ്യാപാരമാണ്. ഈ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് ചെല്ലുന്നതാണ് ആര്യങ്കാവ്. ഇതാണ് ആര്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയ. അത് ഇതിൻ്റെ പിൻഭാഗമായിട്ട് വരും ആര്യങ്കാവ് ക്ഷേത്രം. ഈ ബിൽഡിങ്ങിൻ്റെ പിൻഭാഗമായിട്ടാണ് വരുന്നത്. ഇതങ്ങോട്ട് കഴിയുന്നത് എക്സൈസ് ചെക്ക് പോസ്റ്റ്. ഞാൻ വന്ന KSRTC ബസ് എക്സൈസ് കൈ കാണിച്ച് നിർത്തി ഫ്രണ്ടിൽ കൂടെ കയറി. പുറകിൽ വന്ന് രണ്ട് ചെറുപ്പക്കാർ, ഒരു 23-24 വയസ്സ് കാണും. അവരുടെ ബാഗ് വാങ്ങി പരിശോധിക്കുന്നത് കണ്ടു. പരിശോധിച്ചു, പുറകിൽ കൂടെ തന്നെ അവർ ഇറങ്ങിപ്പോയി. എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ ഇതിലായിരിക്കാം. ഈ തേക്ക് കണ്ടോ, ഈ തേക്കിൻ്റെ ഇവിടെ നിന്നൊരു റോഡ് മേപ്പോട്ടുണ്ട്. ഇതുവഴിയാണ് റോസ്മല എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ ചെല്ലുന്നത്. അവിടെ എപ്പോഴും കോടമഞ്ഞുമൊക്കെ കയറി മൂടിക്കിടക്കുന്ന കാണാൻ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാനൊരു ദിവസം അവിടെ പോകുന്നുണ്ട്, പോയി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. ഇത് കേരളത്തിൻ്റെ RTO ചെക്ക് പോസ്റ്റാണ്. ഇവിടാണ് പാലരുവി വെള്ളച്ചാട്ടം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടത്തിൽ പെട്ടതാണ് ഈ പാലരുവി വെള്ളച്ചാട്ടം. അതിൻ്റെ മെയിൻ എൻട്രൻസായി കാണുന്നത്. ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി അവിടെയാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഫോറസ്റ്റിൻ്റെ ജീപ്പുണ്ട്. ആ ജീപ്പല്ല നമ്മളെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടോട്ട് കൊണ്ടുപോകുന്നത്. ഒരാൾക്ക് 350 രൂപയാണ് ചാർജ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വനത്തിൻ്റെ നടുവിൽ കൂടിയാണ് യാത്ര. 2 മലയുടെ അടിവാരം, ആ അടിവാരത്തുകൂടാണ് ഈ റോഡ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ആറെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ തോടെന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഇടത്തരം രീതി വരുന്നത്. തോടെന്ന് ഞാനങ്ങ് പറയുക. ഈ തോട് നമ്മുടെ ഏകദേശം തെന്മല ചെല്ലുന്നിടം വരെ ഉണ്ട്. തെന്മലയ്ക്ക് മുമ്പായിട്ട് ഇവൻ തിരിഞ്ഞ് നേരെ തെന്മല ഡാമിലേക്ക് വെള്ളം ചെന്ന് കയറുന്നത്. ഈ 2 സൈഡും വനമാണ്. ഈ വനത്തിൻ്റെ കൂടാണ് ഈ റോഡ്. അങ്ങേ തലയും ഇങ്ങേ തലയും ഒരുപാട് ഉയരമുള്ള മലയാണ്. മലയുടെ അടിവാരം, ആ അടിവാരത്തുകൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി പ്രകൃതി ഭംഗിയാണ് നമ്മളൊരു ബസ്സിലോ കാറിലോ യാത്ര ചെയ്ത് വന്ന് ഈ സ്ഥലങ്ങൾ കാണുന്നത്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി. പക്ഷേ അസ്തമിച്ച് കഴിഞ്ഞേ ഞാൻ പുനലൂരെത്തും, നേരെ വിരുട്ടും. കാര്യം ഇതുവഴി ശബരിമല സീസണായി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. തിരക്കിൻ്റെ ഒന്നാമത്തെ കാരണം റോഡിന് അകലം തീരെയില്ല. 2 വാഹനങ്ങൾക്ക്, വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെ കൊണ്ടുള്ള സ്ഥലമേ ഉള്ളൂ. ഇവിടെ ഒരു തടയണയുണ്ട്. അത് ഈ വറവ് സമയങ്ങളിൽ ഇവിടങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ വന്ന് കുളിക്കാനും നനയ്ക്കാനും അങ്ങനെയൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടി കെട്ടിയേക്കുന്നത്. നല്ല മഴ സമയത്ത് അതുവഴി വെള്ളം ചാടി പോകുന്നത് കാണാൻ നല്ലൊരു രസമാണ്. നമ്മളിനി ഇവിടുന്ന് നേരെ ചെല്ലുന്നത് കഴുതുരുട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അവിടുന്ന് വലത്തോട്ടൊരു റോഡുണ്ട്. അതുവഴി ഒരു 4-5 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ
ഭയങ്കര ഒരു മല ഏറിയയാണ്. അവിടെ തേയിലക്കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. നല്ല കോടമഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളിനെ കാണാൻ പറ്റാത്ത രീതിയിൽ കോട കയറുന്ന ഒരു മേഖലയാണ്. മൂന്നാർ പോലൊക്കെ തന്നെ ഭയങ്കര തണുത്ത അന്തരീക്ഷവുമാണ്. ഇനി ഒരു ദിവസം അവിടെ പോയി അവിടുത്തെ ഒരു വീഡിയോയും എടുക്കണം, അതും അപ്ലോഡ് ചെയ്യണം. അവിടെ തന്നെ വേറൊരു വെള്ളച്ചാട്ടവും ഉണ്ട്, അതും ഒരുമാതിരി വലിയ വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് ആ മല നമ്മൾ ഈ വരുന്ന ഈ ഭാഗത്തിൻ്റെ ഇടത്തെ സൈഡിൻ്റെ മറു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെന്മല ഡാമിൻ്റെ റിസർവയറിൽ പെട്ട ഏറിയ. ഞാൻ മുമ്പേ പറഞ്ഞ റോസ്മല, ആ റോസ്മലയുടെ മണ്ട വരെ നമുക്ക് കയറാവുന്നതാണ്. അതിൻ്റെ മറു സൈഡ് തെന്മല റിസർവയറിൽ പെട്ടതാണ്, നമുക്കത് കാണുകയും ചെയ്യാം. ഏതാണ്ട് ഇവിടുന്ന് വലത്തോട്ടാണ് ഞാൻ പറഞ്ഞ ആ തേയിലക്കാടുകളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞത്. ആ വലത്തെ സൈഡിൽ കാണുന്നത് റെയിൽവേയുടെ ലൈനാണ്, പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്കുള്ള. ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് 13 അറ പാലം. അത് റെയിൽവേയുടെ പാലമാണ്. 13 അറ പാലം ഒരു ഫേമസ് ആണ്, കൊല്ലം ജില്ലയുടെ തന്നെ അറിയപ്പെടുന്ന ഒരു പാലവുമായി ഈ 13 അറ പാലം. ഈ 13 അറ എന്ന് പറയാൻ കാരണം ഇതിന് 13 ആർച്ചാണ്. ഈ ആർച്ചിനെ ഉദ്ദേശിച്ചാണ് 13 അറ എന്ന് പറയുന്നത്. നമ്മൾ ആ കാഴ്ചയിൽ തന്നെ കണ്ടോ, അറ പോലെ ഇല്ലയോ? അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് 13 അറ പാലം എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷ് നിർമ്മിതിപ്പെട്ട ഒരു പാലമാണ്. ഈ ഒരു പാലമല്ല, ആ റെയിൽവേ കൊല്ലം മുതൽ തമിഴ്നാട് വരെയുള്ള റെയിൽവേ പണ്ടത്തെ കാലത്ത് വ്യാപാരം ചരക്ക് നീക്കത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ഇവിടെ ഈ സൈഡെന്ന് പറഞ്ഞാൽ റോഡ് ഒട്ടും വീതിയില്ല. ഈ സൈഡെന്ന് പറഞ്ഞാൽ ഈ റോഡിന് ഒട്ടും വീതിയില്ല, നീണ്ടു നിവർന്ന ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. ഇടത്തെ സൈഡ് അഗാധമായ കുഴിയാണ്. വാഹനമായിട്ടൊക്കെ വരുമ്പം ശ്രദ്ധിച്ച് വരണം. പിന്നെ പിള്ളേർ സെറ്റൊക്കെ 2 വീലറും കൊണ്ടൊക്കെ വരുമ്പം അടിച്ച് പറന്നൊന്നും വരല്ല്. ഇതുവഴി ഏറ്റവും കൂടുതൽ വരുന്ന വാഹനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരക്ക് വാഹനങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും. അതും റെയിൽവേയുടെ ഒരു പാലമാണ്. അതുകൊണ്ട് അങ്ങേ അറ്റം കണ്ടോ, അതൊരു ടണലാണ്. പുനലൂർ വരുന്ന ആ ടണൽ കയറി ആണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഈ പാലത്തിലേക്ക് കയറുന്നത്. ഈ പാലം കയറി വീണ്ടും ഒരു ചെറിയ ടണൽ കയറിയാണ് ആ 13 അറ പാലത്തിലേക്ക് നമ്മൾ കയറുന്നത്. നമ്മൾ തെന്മല അടുക്കാറായല്ല, തെന്മലയായി. ഇനി തെന്മല തടി ഡിപ്പോ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ അവിടെ അങ്ങ് തടിയൊന്നും കാണാനല്ല, ഇത് നേരത്തെ തൊട്ടേ തടി ഡിപ്പോയാണ്. ഈ തെന്മല എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു ടൗണൊന്നുമല്ല. ഞാൻ അവിടെ ഇറങ്ങി തെന്മല ടൗണിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് തെന്മല ടൗൺ എന്ന് പറയുന്ന ഈ റോഡ് സൈഡിൽ കാണുന്ന ഇത് ഈ 4 കടകളേ ഉള്ളൂ. 4 കടയല്ല, അതിൽ കൂടുതലുണ്ട്, ഈ കാണുന്നതേ ഉള്ളൂ. ഇത് തെന്മല ഡാമിൻ്റെ ഫ്രണ്ടിലെ ചിൽഡ്രൻസ് പാർക്കാണ്. തെന്മല ഡാമിൻ്റെ നേരെ ഫ്രണ്ടിൽ കൂടാണ് ബസ് വരുന്നത്. പക്ഷേങ്കിൽ വരുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ബസ് കുറച്ച് ഇപ്പുറത്തുകൂടെ മാറ്റിയാണ് വിട്ടത്. അതുകൊണ്ട് എനിക്ക് തെന്മല ഡാമിൻ്റെ ആ ഫ്രണ്ട് ഭാഗം വീഡിയോ എടുത്തു, പക്ഷേ ക്ലിയറായിട്ട് അത് കിട്ടിയില്ല. ഇത് ഉറുകുന്ന് ജംഗ്ഷൻ, പുനലൂരിൽ നിന്ന് വരുമ്പം ഉള്ളൊരു ജംഗ്ഷനാണ് ഉറുകുന്ന്. അവിടെ കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടി വശത്ത് കല്ലാറ്, അതായത് തെന്മല ഡാമിൽ നിന്ന് വരുന്ന ആ വെള്ളം ഒലിച്ച് വരുന്നൊരു സ്പേസ് ഉണ്ട്. അവിടെ കുളിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. വാഹനങ്ങളൊക്കെ അവിടെ നിർത്തി കുളിക്കാറുണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ജൂൺ ജൂലൈ ഇങ്ങനെയുള്ള മാസങ്ങളിലൊക്കെ പോകുന്നതെങ്കിൽ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടമുണ്ട്. അത് കാണാൻ നല്ല മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അങ്ങനെ പുനലൂരെത്തി. ഇത് പത്തനാപുരം പത്തനംതിട്ടയ്ക്ക് പോകുന്ന റോഡാണ്. ഇതാണ് പുനലൂരെ തൂക്കുപാലം. അങ്ങനെ നമ്മൾ പുനലൂർ ടൗൺ എത്തി. ഇത് പുതിയ പാലം, മറ്റേത് പഴയ പാലം. അതുവഴി ടൂറിസ്റ്റുകളെയൊക്കെ കയറ്റി വിടുന്നുണ്ട്, വാഹനങ്ങളൊന്നും കയറ്റി വിടത്തില്ല. പോയി കാണുകയൊക്കെ ചെയ്യാം പുനലൂർ ടൗൺ.